ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാനിന്ന് അടിപൊളി ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഒരു ഫോട്ടോ ഹൂപ്പാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ ഫുൾ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ആദ്യം ഇതുപോലെ 4 സൈഡിലും 3 വീതം ഉള്ള പേപ്പർ റോൾസാണ് എടുത്തേക്കുന്നത് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പാണ് എടുത്തേക്കുന്നത്. അതിന് നോർമലായിട്ടുള്ള ഫെവിക്കോൾ വെച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ് എടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും ബ്രഷ് ഉപയോഗിച്ചോ സ്പഞ്ച് ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ഇഷ്ടാനുസരണം അടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ന്യൂസ് പേപ്പർ ട്യൂബ് ഫുൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഗോൾഡൻ കളർ ഞാൻ ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് വീഡിയോ കാണിച്ചിട്ടില്ല. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനന്ന് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം ഞാൻ ഇതുപോലൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. നോർമൽ A4 ഷീറ്റിൽ തന്നെയാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തത്. ഇഷ്ടമുള്ള ഫോട്ടോസ് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് പിക്സാർട്ടിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ പ്രിൻ്റ് എടുത്തു. അത് ഞാൻ ഇതുപോലെ പോളറോയിഡ് ഷേപ്പ് ഫോട്ടോസ് ഫ്രെയിമിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ട് വെളിയിൽ മേടിക്കുന്ന പോളറോയിഡ് ഫോട്ടോസ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പം നിങ്ങളെ ഫോണിൽ തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. അതറിയാത്തൊരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ വീഡിയോയിൽ പറഞ്ഞു തരാവേ. അങ്ങനെ ഗൈസ് ഞാൻ കട്ട് ചെയ്ത ശേഷം ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സെല്ലോ ടൈപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് വേറെ ഒന്നിനുമല്ല, ആ ഫോട്ടോസ് എക്കാലം ഒരുപോലെ ഇതേ ഭംഗിയിൽ പൊടിയൊന്നും തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് അടുത്തായിട്ട് വേണ്ട ഇതുപോലൊരു ബ്ലാക്ക് ത്രെഡാണ് കേട്ടോ. ഇനി ഫോട്ടോസ് എങ്ങനെ നമുക്ക് നമ്മളെ ഈ ഹൂപ്പിൽ ന്യൂസ് പേപ്പർ ഹൂപ്പിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ ഞാൻ വലിച്ച് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ ത്രെഡ്. അകത്ത് ഉൾവശത്ത് നമ്മൾ ഈ കെട്ട് വീഴുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും, കെട്ട് വെളിയിൽ കാണത്തില്ല. അങ്ങനെ ഫ്രെയിമിൽ കാണുന്നത് പോലെ ഇതുപോലെ 2 ത്രെഡ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ആ ത്രെഡിലേക്ക് നമ്മളെ ഫോട്ടോസ് ഓരോന്നും നോർമൽ സെലോ ടേപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുക, ഏതൊക്കെ ഫോട്ടോസ് ആദ്യം വേണം രണ്ടാമത് വേണം എന്നൊക്കെയുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോട്ടോയൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം ഞാൻ ഇതിനി സെലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫോട്ടോ ഫ്രെയിം ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഫോട്ടോസ് ഇങ്ങനെ വെച്ച് ഞാനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണേ. ഇതൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മളെ ഫോട്ടോ ഹൂപ്പ്? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.